നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുധിയേയും കൂട്ടിക്കൊണ്ട് രവീന്ദ്രനും സച്ചിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് സുധിക്ക് മദ്യലഹരി വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. സുധി വീട്ടിലേക്ക് വന്നിട്ട് ആ തറയിലേക്ക് ഇരുന്നിട്ട് പറഞ്ഞു, അച്ഛ, എല്ലാരും എന്നെ ചതിച്ചു. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ ഭാര്യ എന്നെ ചതിച്ചച്ച. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, മോനെ പോട്ടെ, നീ ഒന്ന് സമാധാനിക്കുക. എങ്ങനെ സമാധാനിക്കുക വെച്ചാ, എനിക്ക് സമാധാനിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രന്റെ കാലയിലേക്ക് വീണു. എന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷെ ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിരിക്കും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ കുറെ ദ്രോഹിച്ചിട്ടുണ്ട് അച്ഛനെ, സച്ചി, എല്ലാരും ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കച്ചാന്നും പറഞ്ഞു ആ കാലയിലേക്ക് അങ്ങോട്ട് വീണ് കെട്ടിപ്പിടിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? നീ ഒന്ന് എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ എഴുന്നേൽക്കില്ല, അച്ഛൻ എന്നോട് ക്ഷമിച്ചെന്ന് പറ. അപ്പോഴേക്ക് സച്ചി വന്നിട്ട് പിടിച്ചു. ദേ സുധേട്ടാ, ഇങ്ങോട്ടേക്ക് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേക്കില്ല, എന്നോട് ക്ഷമിച്ചെന്ന് പറ, എന്നോട് ക്ഷമിക്കണോടാ നീ എന്നൊക്കെ പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, ഇവനെ കൊണ്ടേ മുറിയിൽ കൊണ്ടേ കിടത്താൻ പറഞ്ഞു. അങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് സുധി പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എനിക്ക് എൻ്റെ അമ്മ ഇപ്പൊ കാണണം, എനിക്ക് എൻ്റെ അമ്മയോട് സംസാരിക്കണം. അതെ, അമ്മ വരട്ടെ, അതിനമ്മ ഇവിടെ ഇല്ലല്ലോ, വന്ന് കഴിയുമ്പോൾ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ സച്ചി പിടിച്ചു വലിച്ചൊക്കെ ആയിട്ട് മുറിയിലേക്ക് കൊണ്ടുപോവാണ്. മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് സുധിയെ പിടിച്ച് കട്ടിലേക്ക് കിടത്താൻ നോക്കും. പറഞ്ഞു. സുധി പറഞ്ഞു, എനിക്ക് കിടക്കണ്ട, എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പൊ കാണണം. കാണാം, അമ്മയൊന്ന് വന്നോട്ടെ, അമ്മ പുറത്ത് പോയേക്കുമല്ലേ, ഇപ്പൊ കിടക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് കിടത്തി സച്ചിക്കാണ് സങ്കടം സഹിക്കാൻ പറ്റിയില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ സുധിയെ കിടത്തിയിട്ട് സച്ചി അവിടെ നിന്ന് സങ്കടപ്പെട്ട് കരയുവാണ്. സച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നു സുധിയുടെ അവസ്ഥ കണ്ടിട്ട്. പിന്നീട് സച്ചി ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവൻ ഇങ്ങനെയൊക്കെ ആവുന്ന നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ? എത്ര പെട്ടെന്നല്ലേ. രേവതി പറഞ്ഞു, അത് ശരിയാ, ആദ്യമായിട്ടാ സുധീനെ ഇങ്ങനെ ഈ കോലത്തിൽ കാണുന്നേ. രവീന്ദ്രൻ പറഞ്ഞു, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. ചന്ദ്രൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, നമുക്ക് സുധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? എനിക്ക് മനസ്സിലായി എന്താ തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന്. എന്താണെങ്കിലും അത് നടപ്പാൻ പോകുന്നില്ല. അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനല്ലേ, അത് നടക്കില്ല. ചന്ദ്രേ, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. അവള് കള്ളത്തരം പറഞ്ഞ് വഞ്ചന കാണിച്ചവളാണ്. അവളെ പിന്നെ വീണ്ടും കുടുംബത്തിലേക്ക് കയറ്റാണോ? രവിയേണ്ണൻ എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കില്ല. ചന്ദ്രേ, അവള് കള്ളത്തരം പറഞ്ഞെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങൾ കാണും. അതെന്താന്ന് നീ അന്വേഷിച്ചോ? അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ കള്ളത്തരം പറഞ്ഞെന്ന് നീ ചോദിച്ചോ? അല്ല, നീ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടല്ലോ. ആ സമയത്ത് സുധീയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നീ ചോദിച്ചോ? അവന്റെ ഇഷ്ടം എന്താന്ന്? അതെ, എന്റെ ഇഷ്ടം തന്നെ അവന്റെ ഇഷ്ടം. അവന് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. അത് നീ പറയുന്നതല്ലേ. പക്ഷെ അവൻ അങ്ങനെ അല്ലെങ്കിലോ? പിന്നെ അവൻ എന്റെ മോനാ, എനിക്ക് അവനെ അറിയാം എന്ന് ചന്ദ്ര പറഞ്ഞു. ചന്ദ്രേ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ആദ്യമായിട്ട് നീ ഇതിന്റെ തോന്നിയാസം ഒന്ന് നിർത്ത്. ആരെങ്കിലും ഒന്ന് പറയുന്നൊന്ന് അനുസരിക്കാൻ നോക്ക്. ഇപ്പൊ നീ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, ശരിയല്ല. അവന്റെ ഭാര്യയെ വേണമായിരിക്കും, പക്ഷെ എങ്കില് നീ അങ്ങനെയല്ല. നിനക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ നീ പുറത്താക്കാനാണ് ശ്രമിക്കുന്നത്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ നിൽക്കരുത്. ചന്ദ്രമതി പറഞ്ഞു, അതെ, എനിക്കറിയാം എന്റെ മോന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന്. നിങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ഒരെണ്ണം ഇട്ട് തന്നാ ഉണ്ടല്ലോ, എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ല. സ്വന്തം മോൻ എന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കുക. മോൻ അവിടെ കിടക്കുന്നുണ്ട്, മദ്യപിച്ച് ലക്ക് കേട്ട്, പോയി നോക്കണേന്ന് പറഞ്ഞു. എന്റെ മോൻ മദ്യപിക്കാനാ? സുതിയോ? പിന്നല്ലാതെ. ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞിട്ട് കൈ ഊയിക്കൊണ്ട് അങ്ങോട്ട് ചെന്നു. പെട്ടെന്ന് ചന്ദ്രമതി എന്ത് ചെയ്തു, നേരെ സുധിയുടെ മുറിയിലേക്ക് വന്നപ്പോൾ സുധി ഇങ്ങനെ കിടക്കുവാണ്. അയ്യോ, എന്റെ മോനെ, നീ മദ്യപിച്ചോടാന്നൊക്കെ ചോദിച്ചു. മദ്യപിച്ചു. എടാ, നീ എന്തിനാ മദ്യപിച്ചേ? ഞാൻ മദ്യപിച്ചമ്മേ, ഞാൻ മദ്യപിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പിച്ചും പേയും പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ചന്ദ്രമതി ആകപ്പാടെ തകർന്നു പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാത്തിനും കാരണം അവൾ ഒറ്റയെടുത്തിയ. അവൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. തന്റെ മകന്റെ ജീവിതം നശിപ്പിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ നല്ലൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, നല്ല കോടീശ്വരിയെ കൊണ്ട്. അല്ലാതെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിലെ ചിന്ത. എന്നാലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ അതിന്റെ പോംവഴി കണ്ടെത്താനോ അല്ല ശ്രമിക്കുന്നത്. എത്രയും പെട്ടെന്ന് സുധിയെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കണം. അതായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളിലെ ആഗ്രഹം. ഇതേ സമയത്ത് ദേവു നടന്നു പോണ സമയത്താണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അരുണും ദേവുവും തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ. നമ്മുടെ പഴയ ദേവു ഒക്കെ മാറിയിട്ടുണ്ട്, ഇപ്പൊ പുതിയ ആളാട്ടോ ദേവുമായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ ദേവുവിന്റെ അടുത്തേക്ക് അരുൺ വന്നിട്ട് പറഞ്ഞു, ആഹാ, ഇതാരാ? അതെ, കേറി, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അയ്യോ വേണ്ടായേ, ഒന്ന് പോയി തന്നാ മതി. പോയി തരാനോ? ആഹാ, അത് കൊള്ളാലോ. ഇതേ
ഇവിടെയൊക്കെ ഞങ്ങൾ പൂ കൊടുക്കുന്ന എന്നെ അമ്മയെ അറിയുന്ന ആൾക്കാർക്ക് ആരെങ്കിലും കണ്ട പ്രശ്നമോ, പിന്നെ എന്ത് പ്രശ്നമാവാനായിട്ട് ആവുകയാണെ ആവട്ടെ, ഞാൻ അങ്ങോട്ട് സഹിച്ചു. എത്രയും പെട്ടെന്ന് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതെ, നീ നിന്റെ അമ്മയോട് പറഞ്ഞോ എന്റെ കാര്യം? ഞാൻ പറഞ്ഞില്ല. അതെന്താ പറയാത്തെ? എന്റെ അരുണേട്ടാ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? എനിക്കറിയില്ല, എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ഭയം വെച്ചോണ്ടിട്ട് ഒരു കാര്യമില്ല. അരുണേട്ട ഒന്ന് പൊയ്ക്കേ. എന്റെ ഏട്ടനും ചേച്ചിയൊക്കെ ഏത് സമയത്ത് ഈ വഴി വരുന്നതെന്ന് അറിയില്ല. അവരെങ്ങാനും വന്ന് കണ്ടാ തീർന്നു. ആണോ? അങ്ങനെയാണോ? പിന്നല്ലാതെ. അവര് വന്ന് കണ്ട എന്താ പ്രശ്നം? കാണട്ടെ അങ്ങോട്ട്. അവര് വന്ന ഇന്ന് നമ്മുടെ കല്യാണം നിർത്തും. അതാ എനിക്ക് വേണ്ടേ. എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. അയ്യോ, അറിഞ്ഞിട്ടൊന്ന് പൊയ്ക്കേ. എടി, ഒന്നുമല്ലേ, ഞാനൊരു പോലീസുകാരനല്ലേ. പോലീസുകാരന്റെ കൂടെയല്ലേ നീ ഇനി ജീവിക്കാൻ പോകുന്നത്. പിന്നെ നീ എന്തിനും ഇത്ര പേടിക്കണം? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അധികം നാളൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയണം. എന്നിട്ടോ എത്ര അടുത്തൊരു മുഹൂർത്തം നമ്മുടെ വിവാഹം നടക്കണമെന്ന് പറഞ്ഞു. അയ്യോ, അതിനൊക്കെ ഇനി സമയമുണ്ട്. അതെ, അധികം നാളെ ഞാൻ കാത്തിരിക്കില്ല. പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ടാന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. നീ കേറി, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ ഇവിടുന്ന് നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. ഒരു വലിയ അരുൺ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ദേവ് ഒരു ചിരിയോട് കൂടിയിട്ട് നടന്നു പോവാണ്. ഈ സമയത്ത് സുധിയാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സുധി ഇങ്ങനെ ആലോചിച്ചു. എന്തൊക്കെയാ ബോറ് പരിപാടി താൻ കാണിച്ചേ. ആകെപ്പാടെ നാണക്കേടായാലോ എന്നൊക്കെ ഓർത്തിട്ട് പോയി മുഖമൊക്കെ കഴിയിട്ട് ബാൽക്കണിന്റെ അടുത്തേക്ക് വരുവാണ്. ആ സമയത്താണ് സച്ചിക്ക് ഒരു ഗ്ലാസ് ചായ കേട്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി കൊണ്ടേ ചായ കൊടുത്തിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ ചേട്ടൻ എഴുന്നേറ്റോ? എഴുന്നേറ്റിട്ടില്ലാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധി ഇത് കേട്ടു. ആ സമയം സുധി പറഞ്ഞു, അയ്യോ സുധിയല്ല, സോറി കേട്ടോ. ആ സമയത്ത് സച്ചി പറഞ്ഞു, എന്താ ചെയ്യാനാ, ഇതുപോലെയൊന്നും ഞാൻ ഇതുവരെയായിട്ട് അവനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് അവനിങ്ങനെയൊക്കെ. രേവതി പറഞ്ഞു, അത് ശരിയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തു മാറ്റമാന്ന് നോക്കിക്കേ. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശ്രുതി നിങ്ങളുടെ ചേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ചേട്ടന്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനു മുമ്പ് നേരെ ചൊവ്വേ ഒരു ജോലിക്ക് പോലും പോകത്തില്ലായിരുന്നു. പോയിട്ടുണ്ട് 2 ദിവസം കഴിയുമ്പോഴത്തേനും തിരികെ വീട്ടിലിരിക്കും. പക്ഷെ ശ്രുതി വന്നതിന് ശേഷം ഒരു ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഷോറൂമിന്റെ ഓണറായി. എല്ലാ കാര്യങ്ങളും നടന്നില്ലേ? അത് ശ്രുതിയുടെ മിടുക്കുകൊണ്ടല്ലേ? അപ്പൊ ശ്രുതി വന്ന് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, എന്നാലും ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞു വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതെനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ശ്രുതി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ തകർന്നു പോകുന്നു പറഞ്ഞു. സച്ചു പറഞ്ഞു, അങ്ങനെയാണോ? പിന്നല്ലാതെ, അത് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് ശരിയാ, ഈ പറയുന്ന എന്റെ ചേട്ടൻ മിക്കവാറും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പോയനും. ശ്രുതി ചിലപ്പം വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ ഒരു പെണ്ണ് പോലും കിട്ടത്തില്ലായിരുന്നു. പെണ്ണ് പോലും കിട്ടാതെ വീട്ടിൽ ഇരുന്നേരം. ആളൊരു മരമണ്ടന, ഇങ്ങനെ കുറെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് ഓടി ഇറങ്ങി വന്നു. ആരടാ മരമണ്ടൻ? ഞാനോ? എടാ, എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്നറിയാവോ? അത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, പിന്നെ ഡിഗ്രി അതും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കത്തുള്ളൂ, അതുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും കളിയാക്കൊന്നും വേണ്ട. എടാ, എന്നെ കളിയാക്കാനൊന്നും നീ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, നീ എഴുന്നേറ്റോ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ വന്ന് തലങ്ങും വലങ്ങും അടിക്കുവേണം. നീ മദ്യവെച്ച് വരുമല്ലേടാ, പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞ് കുറെ അടിക്കുവേണം. സച്ചിൻ രേവതിയും തടഞ്ഞെങ്കിലും ചന്ദ്രമതി നിർത്തിയില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രൻ അങ്ങോട്ട് പിടിച്ചു മാറ്റി. എന്തിനാടി നീ എന്തിനാ ഇവനെ തല്ലിയത്? ഇവൻ അത്രയ്ക്ക് നല്ല കാര്യമല്ലേ ചെയ്തേ, അപ്പൊ ഇവനെ തല്ലാതെയോ? എടി, ഇവന്റെ ഭാര്യ പിണങ്ങിപ്പോയ വിഷമത്തിലല്ലേ ഇവൻ മദ്യവെച്ചേ. ഭാര്യ, അവൾ ഒരു ഭാര്യയാണോ? അവളെ ഭാര്യയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അവൾ ഇവിടുന്ന് ഇറക്കി വിട്ടല്ലേ, ഇനി അവള് ഭാര്യയായിട്ട് വേണ്ട. അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അത് നീ അല്ലല്ലോ തീരുമാനിക്കുന്നേ, സുധിയല്ലേ തീരുമാനിക്കുന്നേ. സുധിയുടെ ഭാര്യയല്ലേ. അതെ, ഞാൻ പറയുന്ന അവനനുസരിക്കത്തുള്ളൂ, ഞാൻ പറയുന്ന പോലെ അവൻ ചെയ്യുള്ളൂ. എടി, നീയല്ലേ അവളെ ഇറക്കി വിട്ടേ, സുധി അല്ലല്ലോ. സുധിക്ക് അവളെ വേണമെങ്കിലോ? വേണോടാ, നിനക്ക് വേണോന്ന് ചോദിക്കുന്നുണ്ട് സുധിയോട്. സുധിക്കാണ് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ സുധി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. സുധിക്ക് പറയണമെന്നുണ്ട് ശ്രുതിയെ വേണമെന്ന്. പക്ഷെ ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി അത് പറയാനൊരു മടി. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.